ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയൊരു കണ്ടൻറ്റായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ബാരീസ് പ്രിസൺ പിന്നെ ഒരു ദിവസം കളിച്ചായിരുന്നു. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നെന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കെന്തായാലും ഇന്ന് തന്നെ ഇപ്പോൾ കസേരയെല്ലാം മറിച്ചിടാൻ പറ്റിയ പുതിയൊരു ഫീച്ചറാണ്. എൻ്റെ പുതിയ അവതാരണ പണ്ടത്തെ അവതാരണ നല്ലതെന്ന് നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കെന്തായാലും അന്നേരം ചെയ്തപോലെ തന്നെ പെട്ടെന്ന് പോകാം. കൊണ്ട് തൊട്ട് ചാടി പിന്നെ ചാടി പോകണം. ഓക്കെ, നമുക്ക് നേരം റിസപ്ഷൻ നോക്കിയിട്ട് ചാടി പോകാൻ നമുക്കെന്തായാലും ഇവിടെ 5 പേർക്കാവുന്നില്ല. എന്തായാലും നിർത്തേണ്ടി വരും ചിലപ്പോൾ. നമ്മുടെ ബാഗിൽ നിന്ന് ഉണ്ടായിരുന്നല്ലോ, നമുക്കെന്തായാലും അത് വെച്ച് അടിച്ച് പൊട്ടിക്കാം. ഈ സാധനം അത് വറക്കാവുന്നില്ല. ഈ സാധനം അത് വെച്ചടിച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് എന്തായാലും പോകാം. നമ്മൾ ബാരീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ബസ്സിൻ്റെ വീഡിയോ ട്വിറ്ററിൽ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ എല്ലാം അറിയാം. അതല്ല പെട്ടെന്നാക്കിയിട്ട് ഓടാം. എന്നിട്ട് നമ്മളന്ന് ചെയ്തതാണ്. അന്ന് നമ്മൾ പകുതിക്ക് വെച്ച് ഇപ്പോൾ ചത്താല് അന്ന് നമ്മൾ പകുതിക്ക് വെച്ചാണ് നിന്നത്. ഈ പ്രാവശ്യം എന്തായാലും അങ്ങനെ നിന്ന് പോകത്തില്ല. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാനായിട്ട് കളിക്കണമെങ്കിൽ പ്ലീസ് എനിക്ക് കമൻറ്റ് കിട്ടുള്ളൂ. ഞാൻ എന്തായാലും സബ്സ്ക്രൈബേഴ്സുമായിട്ട് കളിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ കുറേ പ്രാവശ്യം കൊടുക്കുന്നതായിരിക്കും. ഈ പ്രാവശ്യം ഞാനില്ല. ശരി, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും അങ്ങനെയല്ല. ഓക്കെ, നമുക്കെന്തായാലും ശമ്പളം എടുത്തിട്ട് ഇവിടെ കുളിക്കാൻ തുടങ്ങാം. കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് കാരണം താഴെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പാർക്കൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ പാർക്ക് താഴെ ഫുള്ള് ഞാനാണ്. എന്തായാലും പെട്ടെന്ന് ചാടി പോവാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 1K ആണ്. ചുമ്മാ 100 സബ്സാണ് റോഡ് ടു. പ്ലീസ് നമ്മളെന്തായാലും 37 സബിൽ ക്ലോസ്ഡാണ്. ഇപ്പോൾ ഒരു ബോളാണ്. അത് പോയി കഴിഞ്ഞിട്ടാണ് മഴ മൊത്തത്തിൽ പെട്ടെന്ന് ഓടിക്കോ. പിന്നെ ഈ പ്രാവശ്യം തന്നെ ജാഗ്രത. നമുക്കെന്തായാലും തിരിച്ചു ഇവിടെയും നമുക്കറിയാം. ഒരു മെറ്റൽ ഇവിടെ കാണുന്നു. അങ്ങനെയുള്ള സംഭവം ഇങ്ങനെ ഇട്ട് വട്ടങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അപ്പുറത്തോട്ടെത്താം. നമ്മളിപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. അതിൽ കറക്കാൻ തോന്നാം. കുറേ തന്നെ ഒരു നമുക്ക് നേരെ സ്റ്റെപ്പിക്കണം. സ്റ്റെപ്പിൽ കയറുമ്പോൾ വരത്തില്ല. നമുക്ക് നിലം പെട്ടെന്ന് മണ്ടക്കോട്ട് പോകാം. എന്നാലും മണ്ടക്കെത്തിയിട്ടുണ്ട്. നമുക്കെന്നാലും ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ടാകും. ലിഫ്റ്റ് വഴി നമുക്ക് മണ്ടക്കോട്ട് പോകാം. അന്ന് നമ്മളിവിടെ വെച്ചാണ് നിന്ന്. നമുക്കെന്നാലും അത് കുടിക്കാം. നമ്മളെന്തായാലും ഈ പ്രാവശ്യം ഒന്ന് എസ്കേപ്പ് ആവുന്നതായിരിക്കും. സ്പീഡാണ്. ചാടി പോകണം. അത് നമ്മൾ അന്നും ചെയ്തതാണ്. പക്ഷെ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ഉറപ്പില്ല. പക്ഷേ വേഗത്തിൽ ഓടാൻ
ബോസിന് വീണ്ടും കുറച്ച് കഴിക്കണ്ടായിരുന്നു. നമുക്ക് എന്തായാലും വേറെ സോഡ കുടിക്കാം. അത് കളഞ്ഞിട്ട് ഈ സോഡയിൽ എന്താണ് ഞാൻ അവിടെ ലൈച്ചായിരിക്കും. ഈ സോഡയിൽ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എത്തി അങ്ങോട്ട് കയറി നിങ്ങൾ അന്ന് ഇവിടെ ചെയ്ത് ഇതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണാൻ വരാറുള്ളൂ. കാരണം ഫസ്റ്റ് പാർട്ടിന് അധികം ലൈക്കില്ല, സെക്കൻഡ് പാർട്ടിനും കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ചിഹ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇല്ലമായിരിക്കും ഇത് അടിച്ചു പൊട്ടിക്കാനൊന്നും ശരിയില്ല. കർഷകരാണ് നമുക്ക് തല്ലി പൊട്ടിക്കാം. ആദ്യം നല്ല കർഷകരെല്ലാം തല്ലി പൊട്ടിക്കാം. അപ്പോൾ അമ്മ അങ്ങോട്ട് പോവാം. അങ്ങനെ ഇത് ഓണാക്കാം. അത് ഇവിടെ ഒരു ലാഡറുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റും. അതിന് ഇവിടെ നടക്കൊന്നുമില്ല. നമുക്ക് നല്ല ലാഡർ എടുത്തോണ്ട് പോകാം. നമുക്ക് ലാഡർ ഇവിടെ ഇടാം. നമുക്ക് അത് തുറന്നിട്ട് വരാം. ചാടിയിട്ട് എത്തുന്നില്ലല്ലോ, തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഡർ എടുത്തോണ്ട് വരാം. ഗൈസ്, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നെനിക്കറിയാം. എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ പോലത്തെ കുറിച്ചറിഞ്ഞ് 700 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാനും വീഡിയോ ഏണി വഴിയാണ് കയറി പോകണം. നമുക്ക് എന്തായാലും ഏണി ചാടി പറ്റിക്കാൻ നോക്കാം. ലാഡർ കുറച്ചുകൂടെ നീക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അത് ചെയ്യാം. ഞങ്ങൾക്ക് ചാടി കയറാൻ പറ്റുമോ നോക്കാം. ചാടി കയറാൻ പറ്റും. കയറിയിട്ടുണ്ട് ചാടി. എന്തായാലും ഏണി കയറി വണ്ടിയുണ്ട്. നമ്മളപ്പുറത്തെത്താം. അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇടുന്നത്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അടുത്ത ലെവൽ കുറച്ച് ഹാർട്ടാണ്. അതല്ല തോന്നുന്നത്. പൈപ്പ് വഴി ഹാർട്ടാണ്. പൈപ്പ് വഴി ചാടി പോകുന്നത്. എന്തായാലും ഈ പൈപ്പ് വഴി ചാടി പോകാം. നമ്മളെന്തായാലും ഈ പ്രാവശ്യം ഈ ഗെയിം ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് അടുത്ത ഗെയിമിൻ്റെ വീഡിയോ ഒക്കെ ഇടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഈ പൈപ്പ് വഴി ചാടി പോകാം. ഞാൻ വീണ്ടും ചാവുകയാണ്. അയ്യോ, വീണ്ടും ചത്ത്. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ചെയ്യും. ഓക്കെ, അങ്ങോട്ട് ഓക്കെ. ഇനി അടുത്ത പൈപ്പിലോട്ട് ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും പറയണമെന്നല്ലേ മാറ്റാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഫോൺ ലാഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഫോണിലാണ് റോബ്ലോക്സ് കളിക്കുന്നത്, അറിയാത്തവർക്കാണ്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു നിൻ്റെ ചാനലിൽ നിൻ്റെ റോബ്ലോക്സ് അക്കൗണ്ടിൻ്റെ പേര് കാണുന്നില്ലെന്ന്. റോബ്ലോക്സ് അക്കൗണ്ടിൻ്റെ പേര് സൂപ്പർ എന്നാണ്. എന്താ അങ്ങനെ ഇടാൻ കാരണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇവിടുത്തെ ലോഗോയും നമ്മുടെ ചാനലിൻ്റെ ലോഗോയും പേരും മാറ്റുന്നതായിരിക്കും. കാരണം നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. കാരണം അവർ സെക്കൻഡ് ചാനൽ പറയുമ്പോൾ എനിക്കൊരു പ്ലാനുണ്ട്. അതായത് ബാക്കി മൈൻക്രാഫ്റ്റിൻ്റെ അങ്ങനത്തെ ഗെയിമിൻ്റെ എല്ലാം വീഡിയോ ഇടുന്നത്. അങ്ങനത്തെ വീഡിയോ അങ്ങനെ പുതിയ ചാനൽ തുടങ്ങണമെങ്കിൽ നിങ്ങളെന്തായാലും ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്തായാലും ഇന്നേലും ചാനൽ തുടങ്ങാനുള്ള പരിപാടികൾ നോക്കും. ആ ചാനലിൻ്റെ പേര് സൂക്ര ഗെയിമിംഗ് എന്നായിരിക്കും. നിങ്ങൾ ആ ചാനലിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വരണം. നമുക്കെന്തായാലും ഇവൻ്റ് വഴി നമുക്കെന്തായാലും ഇല്ലം വഴി ഓടിപ്പോവാം. ഇവിടെ ഒരു വലിയ ഫാനുണ്ട്. ഇതായിരുന്നു ഹാർഡ് ലെവൽ, എനിക്കറിയാത്. പക്ഷെ ഭയങ്കര പാടാണ് ചെയ്യാൻ. മിക്കവാറും ഈ വീഡിയോ ഇവിടെ വെച്ച് ആവും. കാരണം ഞാൻ ഈ ഒരു ബാരി പേഴ്സണിൻ്റെ വീഡിയോ എല്ലായിടത്തും ഇതാണ് ഭയങ്കര പാട്. മറ്റേനെക്കാട്ടി പാട് ഇതാണ്.
ഇങ്ങനെ ഫാൻ നമ്മൾ ഓടിച്ചുകൊണ്ട് മുന്നിൽ കറക്റ്റ് സമയത്ത് ചാടണം. നമ്മൾ ചാടണോ 3 ടൈമുണ്ട്. ഇത് ഈ ഒരു ഫാനും വേറൊരു ഫാനും കൂടെ ഉണ്ട്. അങ്ങനെയാണെന്നാണ് ഞാൻ ന്യൂ മാസ്റ്ററിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. എൻ്റെ ഈ ഒരു ഹാർഡ് വർക്കിനും എഡിറ്റിങ്ങിന് വോയിസൊക്കെ കൊടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ എഫേർട്ടിന് വേണ്ടി നിങ്ങളെന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ ഈ ലെവൽ ഫിനിഷ് ചെയ്യാൻ നോക്കാം. എൻ്റെ സൗണ്ടിന് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നും തോന്നല്. എനിക്ക് പനിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ ഈ ലെവൽ ഫിനിഷ് ചെയ്യാം. പക്ഷേ വീണ്ടും പോയി. നമുക്കെന്തായാലും ഈ പ്രാവശ്യം എന്തായാലും ചെയ്യാൻ നോക്കാം. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ഫിനിഷ് ചെയ്യത്തില്ല. ഈ പ്രാവശ്യം ഞാൻ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം. ഈ പ്രാവശ്യം ഞാൻ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഫിനിഷ് ആക്കി. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നെന്താ എനിക്ക് ലക്കാന്ന് ഞാൻ പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെനിക്കറിയാം. ഇത് അതിൻ്റെ മണ്ടക്കോട്ട് ചാടാനൊന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ മണ്ടക്കോട്ട് ചാടിയിട്ട് ഊട്ടയിലോട്ട് വീഴാം. ഓക്കെ, അവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വഴി പോകാം. ഹാർഡ് മോഡുണ്ട്. ബാരിയസ് പ്രസിൻ്റെ ഹാർഡ് മോഡ് കളിക്കണമെങ്കിൽ നമ്മളെന്തായാലും പറയണം. ഇതാണ് കഫറ്റേരിയ. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. കഫറ്റേരിയയിൽ എത്താൻ വേണ്ടിയാണ് നമ്മൾ അത്രയും പറഞ്ഞത്. കഫറ്റേരിയയിൽ ഈ ബാരിയറിനെ തോപ്പിക്കാൻ അവിടെ ഒരു ബസ്സൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് വെച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ നമ്മളെ കൊന്നു. നമുക്കെന്തെങ്കിലും ബസ്സൊക്കെ എടുക്കാം വെച്ചാൽ തല്ലി കൊന്നു. 2 കല്ല് കൊടുത്തിട്ടാണ് ബസ്സൊക്കെ എടുക്കാൻ പോകാൻ അവിടെ കണ്ട് ഫുൾ ബസ്സൊക്കെ ഇത് വെച്ചാണ് വെടി വെച്ചതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെന്തായാലും ഇത് വെച്ചാണ് വെടി വെക്കാം. ബിസ്കോ ബനാന ആപ്പിൾ എല്ലാം ചോദിച്ചാൽ പിടിച്ചോ. ഇവൻ്റെ നമുക്ക് കുറച്ച് കോയിൻ കിട്ടും. അത് വെച്ച് നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ പറ്റിയതെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ബാരിയസ് പ്രസിന് ഹാർഡ് മോഡ് കളിക്കണമെങ്കിലും കോയിൻ വെച്ച് വല്ലതും വാങ്ങിക്കണമെങ്കിൽ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യേണ്ടതാണ്. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് കുറേ സാധനം പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും എക്സിറ്റ് എന്ന് എഴുതിയിരിക്കുന്ന നമ്മൾ പോവാം. അയ്യോ, തീർച്ചയായിട്ടും അത് കൊള്ളായിരുന്നല്ലേ. രസമുണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ട്. നമുക്കെന്തായാലും ഈ ലാഡർ ഒരു മണ്ടക്കോട്ട് കയറാം. മണ്ടൊക്കെയാണെങ്കിൽ പണി. എക്സിറ്റ് ജയിച്ചാ ഇല്ല. എല്ലാം വഴി പോകുമ്പോൾ ഒരു ലേസുണ്ട്. അതൊക്കെ നമുക്ക് ഡോട്ട് ചെയ്ത് വേണം എല്ലാം വഴി പോകാൻ. ഞാൻ മാസ്റ്ററിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. അതുകൊണ്ട് പിന്നെ ഒന്നും പറയണ്ട. അത് നിങ്ങൾക്ക് ഞാൻ കണ്ടുപിടിച്ച് ചെയ്യുന്നതാണോ അതോ അല്ലാതെ ഓരോരുത്തരുടെ വീഡിയോ കണ്ട് ചെയ്യുന്നതാണോ ഇഷ്ടമെന്ന് പറയണം. നമുക്ക് അതിനനുസരിച്ച് ചെയ്യാനാണ്. നമ്മൾ മെയിൻ ചാനലാണ് മറ്റേത്. ചാനൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻ ചാനൽ നമ്മളിവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അകത്ത് ഇരുന്ന് കുറവായിരിക്കും. ഇനി നമുക്ക് എന്തായാലും ഒരു പ്ലാനും കൂടെ എടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് ഈ ഒരു പ്ലാനും കൂടെ ഇവിടെ വെക്കണം. എന്നാലേ നമുക്ക് അപ്പുറത്തോട്ട് മാറ്റത്തുള്ളൂ. എൻ്റെ ഊഹം ശരിയാണ് മതി. പക്ഷെ നമ്മൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ താഴെ ഇട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയ ഭാഗ്യമാണ്. യെസ്, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് ഇട്ടില്ല. നമ്മൾ കാര്യം പോക്കാവിടെ എന്തായാലും കറക്റ്റായിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ഒരു മെക്ക, ഇവിടെ ഒരു പ്ലാങ്ക് ഉണ്ട്, ഒരു റോബോട്ട് ഉണ്ട്. ഇതാണ് നമ്മൾ തോപ്പിക്കുന്നത്. ബാരിൻ്റെ റോബോട്ട് മെക്ക ബാരി. അവൻ്റെ കൈയിട്ട് വെടി വെച്ചാൽ മതി. അതാണ് അവൻ്റെ വീക്ക്നെസ് കണ്ടത്. ഫസ്റ്റ് നമ്മളൊരു കൈ ഒട്ടിച്ചിട്ട് പിന്നെ ആ കൈ കൂടെ വെടി വെക്കും. പക്ഷെ അത് കുറവായിരിക്കും. മണ്ടനാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഏറ്റവും പറ്റും. വെടിയൊക്കെ നമ്മളിങ്ങനെ ഓടിയാൽ മതി. ചാടി എൻ്റെ ഹെൽത്ത് വേണ്ട. അത്രയും അതിൻ്റെ ഒരു വെടിക്ക് നല്ല ഡാമേജ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്.
ഞാൻ എന്തായാലും അത് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിൽ പൈസ ഇട്ട് അതിന് 2-3 പൈസ കൊടുത്ത് വരും. അത് കുഴപ്പമില്ല. നമുക്കെന്തെങ്കിലും ഇതുള്ളതെല്ലാം കളക്ട് ചെയ്യാം. കുറച്ച് മിനിമം കിടക്കുന്നതല്ല, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു ചാക്ക് പൈസയാണ് കിടക്കുന്നത്. നമുക്കെന്തെങ്കിലും അവിടെ കാണുന്ന വണ്ടി എടുത്തോണ്ടാണ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ബാരീസ് പ്രിസൺ കംപ്ലീറ്റ് ഇത് ഞാൻ കണ്ടില്ല, കാരണം ഇതുവരെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ വണ്ടി ഓടിച്ചെന്ന് പോകണം. അങ്ങനെയാണ്ടാണ് ന്യൂ മാസ്റ്ററിൻ്റെ വീഡിയോനെ കണ്ടത്. നമുക്കെന്തായാലും അങ്ങനെ നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി എടുത്തോണ്ട് പോകാം. നമുക്കെന്തായാലും ഗ്യാസ് ഇങ്ങോട്ട് അല്ല, വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ഓക്കെ, നമ്മൾ എന്തായാലും ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ആ ഏണീൻ്റെ അവിടെ കൊണ്ട് നമ്മുടെ വണ്ടി ഇടാം. നമുക്കെന്തായാലും വണ്ടി കൊണ്ട് അവിടെ ഇടാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പുറത്ത് കയറി ഏണി കയറിയിട്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ടെന്നാണ് ഞാൻ ഷോർട്സിൽ കണ്ടത്. നമുക്കെന്തായാലും അങ്ങോട്ട് കയറി നോക്കാം. ഞാൻ എൻഡിങ്സ് നോക്കിയായിരുന്നു. സോറി ഗൈസ്, ഞാൻ ഗെയിം നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോറി. നമുക്കെന്തായാലും മെയിൻ ചാനലിൽ ഞാൻ എന്തായാലും എല്ലാം കണ്ടുപിടിച്ച് കളിക്കാൻ വേണ്ടിയുള്ള ഒരു ചാനലായിരുന്നത്. ഇടത്ത് നിന്ന് കുറേ ഗെയിം കളിക്കാൻ നോക്കും. നമുക്കെന്തായാലും അണ്ടക്കോട്ട് ഇവിടെ ഒരു പ്ലെയിനും ഹെലികോപ്റ്ററും അതേയുണ്ട് ഹെലികോപ്റ്റർ. അപ്പോൾ നമ്മൾ എൻഡിങ്ങാണിത്. എന്തായാലും ഹെലികോപ്റ്ററിൽ കയറിയിരിക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ ആരും സബ്സ്ക്രൈബിനായിട്ട് ചെയ്തില്ല. എന്തായാലും അത് രണ്ടും ചെയ്യുക. നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. കാരണം 37 ആയിട്ടുള്ളൂ. 1K എന്ന് പറയാനായിട്ടില്ല. അതാണ് നമ്മളിപ്പോൾ പോലീസായെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ആളുകളെ ക്യാപ്ചർ ചെയ്യണം. ഈ വേഷത്തിൻ്റെക്കാളും കൊള്ളാമില്ലെന്ന് നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇതുവരെ കണ്ടുകൊണ്ട് വന്നതിന് എല്ലാവർക്കും ബൈ. താങ്ക്സ്.